അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല അടിപൊളി കരിഞ്ഞ വെയിലായിരുന്നു. കാറ്റുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പം പിന്നെ അവിടുത്തെ കാഴ്ചകൾ കാണാം. ബായോ കരിഞ്ഞ വെയില്. ഞങ്ങൾ മല ഇറങ്ങി വന്നത് ഈ ഒരു ലേക്ക് കാണാനായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമ്മുടെ നാടിൻ്റെ അത്രയും ഇല്ലെങ്കിലും ഇറ്റ് വാസ് സ്റ്റിൽ സോ ബ്യൂട്ടിഫുൾ. അപ്പം ഇതാണ് ഗൈസ് നമ്മുടെ ഹോൾ ടീം. ഇനി എങ്ങനെ ഇറങ്ങുമെന്ന് ശ്വേത. ഇവിടുത്തെ ഉസ്ബകൾക്ക് എന്താ പ്രശ്നമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ പൊരിഞ്ഞ വെയിലത്ത് അവർ ഇവിടെ ടെൻ്റ് അടിച്ച് ഫുഡ് ഉണ്ടാക്കുക. സത്യം പറഞ്ഞാൽ എല്ലാവരും കുക്ക് ചെയ്യുകയാണ് അവിടെ വന്നിട്ട്. നമ്മളപ്പോൾ ഒന്ന് സെറ്റിലായി. നമ്മൾ മൊത്തം ഡാൻസ് തുടങ്ങി. കുറേ ഡാൻസ് ഉണ്ടായിരുന്നു, ഗെയിംസ് ഉണ്ടായിരുന്നു. ഗെയിംസ് കളിച്ച് ഒന്നിൻ്റെയും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല, ബിക്കോസ് ഞാനും ആ ഗെയിമിനകത്തുണ്ടായിരുന്നു. അതേ നമുക്ക് അവർ ജ്യൂസും പിന്നെ പാൻ കേക്കും കഴിക്കാൻ തന്നു. നമ്മളതൊക്കെ കഴിച്ചു. അങ്ങനെ ഒരു 1 hour അടുത്ത് നമ്മൾ റെസ്റ്റ് എടുത്തു. അവിടെ കുറച്ച് ഇരുന്ന്. വെയിലെന്ന് വെച്ച് ഞാൻ ആ ജാക്കറ്റൊക്കെ ഇട്ട് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തവിടെ എനിക്ക് അത്രയ്ക്ക് വെയിലായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്ത മല കയറാൻ പോയി. അപ്പോഴാണ് മക്കള് ആ വ്യൂ ഒന്ന് കാണണം, ഞാൻ കാണിച്ചു തരാം. സി എന്ത് രസമാ അത്. ഈ ഫോണിൽ കാണുന്ന പോലെയല്ല, നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്കിങ്ങനെ അമ്മയെ പറഞ്ഞ് അത്രയ്ക്ക് ഭംഗിയാണ്. സൂപ്പറായിരുന്നു. സോ ഗുഡ് ആയിരുന്നു. അത് കഴിഞ്ഞൊരു അടിപൊളി സൺസെറ്റ് എല്ലാം കണ്ട് നമ്മളങ്ങനെ അവിടെ ഇരുന്നു. അപ്പോൾ രാത്രിയായി. നമുക്കിനി കുറച്ചുകൂടെ പരിപാടികളുണ്ട്. നമുക്കിനി ഒരു ക്യാമ്പ് ഫയറും ഒരു ഓപ്പൺ എയർ മൂവിയുണ്ട്. സോ മല കയറാൻ പോയ ആൾക്കാർ എല്ലാവരും തിരിച്ചു വന്നു. എല്ലാവരും ഒന്നിച്ചൊന്നുകൂടെ ഗ്യാദർ ചെയ്തു. ക്യാമ്പ് ഫയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഒരു സ്പെക്ക് അങ്കിൾ ഉണ്ടായിരുന്നു, ഹി വാസ് ഹെൽപ്പിംഗ് അസ് അതൊക്കെ ചെയ്യാനായിട്ട്. നമ്മൾ അടികപ്പേര് കുട്ടപ്പനെയാണ് മൂവി കണ്ടത്. അപ്പോൾ ലൈഫിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ഫാമിലിയായിട്ടോ ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ ഗേൾസുകളെ ആയിട്ടോ ഒക്കെ ട്രിപ്പ് പോകണം കേട്ടോ. അതത്ര നല്ലൊരു ഗുഡ് ഫീലിംഗ് ആണ്. നമുക്ക് ഭയങ്കര സമാധാനവും നമ്മുടെ ഡെയിലി ആ ബിസി ലൈഫിൽ നിന്നൊക്കെ ഒരു ആശ്വാസം കിട്ടും. സോ എല്ലാവരും ഒന്ന് പോകണം. രാവിലെ ചൂടായിരുന്നെങ്കിൽ രാത്രി ഒടുക്കത്തെ തണുപ്പായിരുന്നു. അപ്പോൾ പിന്നെ ജാക്കറ്റുകളോട് എങ്ങനെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ഡാൻസ് എല്ലാം കളിച്ചുള്ള അവിടെ നമ്മൾ നേരെ ഇറങ്ങി. അങ്ങനെ നമ്മൾ കുറേ മെമ്മറീസ് ഒക്കെ ആയിട്ട് തിരിച്ച് വീണ്ടും പോവാണ്. സോ ഇനിയും ഇങ്ങനത്തെ കുറച്ച് ട്രിപ്പൊക്കെ പോകാൻ പറ്റട്ടെ ഞാൻ ഐ ഹോപ്പ്. സോ ബൈ ഗൈസ്.